ഇന്ദു, മോളെ എഴുന്നേൽക്ക്, കതക് തുറക്ക്. മോളെ ഇന്ദു, എഴുന്നേൽക്ക് മോളെ. ഇന്ദു. അയ്യോ, വിശ്വട്ടാ, വിശ്വട്ടാ, ഒന്ന് എഴുന്നേൽക്ക്. മുത്തശ്ശി വിളിക്കുന്നു. മുത്തശ്ശി. ഇന്ദു, കതക് തുറക്ക് മോളെ. ഇന്ദു, എന്ത് തുറക്കാൻ മോളെ? കതക് തുറക്ക്. ഇന്ദു, എന്ത് തുറക്കാൻ മോളെ? പഴയ വീടാമാവാ, പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കണില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ. കുട്ടി പൊക്കോളൂ. ഉണ്ണി, ഉണ്ണി. പോക്കരത്തനം കാണിക്കുന്നു. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആളുകൾ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ? പുറത്തു വാ. വാ. നന്നായിട്ടുണ്ട് അമ്മവാ. അമ്മാവന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനോ? മോനെ എവിടുന്ന? ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കത്തെ? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ? എന്തോ തുറന്നോളൂ, കുഴപ്പമില്ല. കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. ആ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്റെ മോളെ എണീക്കത്ര താമസിച്ചേ? തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ? നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാമിട്ട് തടവാം. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകാം. തിരിക്കല്ലേ തിരിക്കല്ലേ, ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ തിരിക്കല്ലേ, കുട്ടി വിടൂ. കുട്ടി എന്തത്? ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മർത്തേക്കില്ല. നീ ഒന്നും പറയണ്ട, എനിക്കാകെ പേടിയൊന്നും. ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം വിളിച്ച് പറഞ്ഞു പോവും. മുത്തശ്ശി പോകുന്നത് വരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിനക്കറിയില്ലേ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ. കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്താ സിസ്റ്റർ പ്രശ്നം? ഒന്നുമില്ല. ലതയുടെ ലീവിന്റെ കാര്യമാണോ? അതറിയാമെങ്കിൽ പിന്നെന്തിനാ ചോദിച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ? കുറച്ച് ദിവസത്തെ അവധി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാനും ഞാനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ലീവ് സാങ്ഷൻ ആയിക്കൊണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, ഇയാള് പോയ ലീവിന് പകരം എനിക്ക് സസ്പെൻഷൻ ആവും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ചാൽ മതി, അല്ലേ സിസ്റ്റർ? സിസ്റ്റർ ഇവരെ ഇന്ന് ഓഫീസിലേക്ക് വിടണ്ട. ലീവ് പാസ്സായിക്കൊണ്ടേ ഞാൻ വരൂ. എന്താ എന്താ കാര്യം? സർ, തുറന്നു പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? പിന്നെ വൈഫിന് കുറച്ചു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഇത് പറയാനാണോ ഇത്ര നാണം? അതെ. അല്ല, അതെ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ഓഹോ, അപ്പോഴൊരു ക്രിസ്ത്യാനിയാണല്ലേ? ആ അച്ഛനല്ല, ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്. ലത 3 മാസം പ്രഗ്നന്റ് ആണ്. അതിന് ഇപ്പോഴേ ലീവ് എന്തിനാ? വേണം സർ. ആറ്റ് നോറ്റിരുന്ന് വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്. പാവം ലത പണ്ടേ ദുർബല, കൂടെ ഗർഭിണിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഒരു വിരൽ പോലും അനക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 10 ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടിവരും. ആട്ടെ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട് സർ. ഇത് മാനേജരെ കൊടുത്തേക്കും, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക് യു സർ.
വിചാരിച്ചു ഫ്ലാറ്റ് പണിയുടെ തിരക്കിലായിരിക്കുമെന്ന്. ദൈവം ഇത് ബഹളം ഉണ്ടാക്കരുത്. നാട്ടിൽ നിന്റെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ നന്നായി. അവരോട് അറിഞ്ഞോട്ടെ തന്റെ തനിക്കോണം. അവർക്ക് ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു 3 ദിവസത്തെ അവധി കൂടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി ഒരു ദിവസത്തെ അവധി പോലും തരുന്ന പ്രശ്നമില്ല. പണവുമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അയ്യോ, ഇതെങ്ങാനും മുത്തശ്ശി. എടാ കൊച്ചനെ, അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. ഇതിപ്പോ പണവും പലിശയുമായിട്ട് എത്ര എന്നാ നിന്റെ വിചാരം? നിന്റെ ആയുസിന് തന്നു തീർക്കാൻ ഒക്കുവോ? ഒരു കാര്യം ചെയ്, ആ വസ്തു ഇങ്ങനെ എഴുതി തന്നേരെ. നഷ്ടമല്ലയോടാ ചോദിച്ച? പിന്നെ എങ്ങനെങ്കിലും തൊലഞ്ഞു പോട്ടെ, കൊടുത്ത കാശെങ്കിലും മുതലാവൂല്ലോ. അയ്യോ, ആ സ്ഥലം ഞാൻ 3 ദിവസത്തെ അവധിയല്ലേ ഇവൻ ചോദിക്കുന്നുള്ളൂ. അതിനകം ആ പണം ഇവൻ തന്നു തീർത്തോളും. ആഹാ, തന്നില്ലെങ്കിലോ? ആ സ്ഥലം മുതലാളി എടുത്തു. അപ്പൊ താൻ എന്തോ പറയുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം. ഉണ്ടാക്കിയത് ശരിയായില്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. കുടിക്കാമോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞൊന്ന് കരുതും. അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടേ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ. എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. അതെ, വേറൊന്നും തോന്നരുത്. നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല. എന്താ ശരിയല്ലെന്ന് തോന്നാൻ കാരണം? സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും. തെളിച്ചു പറയടോ. അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായത്തരം കാണിക്കുന്നുണ്ടോ? അതില്ല. എന്നാലും അവനൊരു ലമ്പട ലക്ഷണ. തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലെമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ. ഒന്നല്ല, 2 കണ്ണും വെച്ചോളാം. വേണമെന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുന്നോളാം. എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും എന്താ എനിക്ക് ചൊറിച്ചിലാണെന്ന്. അത് എനിക്ക് പണ്ടേ ഉള്ളതല്ലേ. വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. ചൊറിച്ചിലിന് ഒരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്. ഛേ, പൂട്ടട്ടോ നിന്നെ. എന്താ വിചാരിച്ചേ? ഗുരുക്കളെ, എന്താ എന്താ ഇത്? എന്താ ഇത്? ഇപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇവൻ നിങ്ങളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇവനാണ് ശരിയല്ല. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട്. സോംനാംബുലിസം, സ്വപ്നാടനം. നിരപരാധികളെ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നതാ ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. വിശ്വാസ 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 വിശ്വനാഥ, എന്നെ വിളിച്ചു ഉണ്ണികൃഷ്ണ. വിശ്വനാഥ, ഞാൻ എവിടെയാണ് വിശ്വനാഥ? നിന്റെ പഴയ അസുഖത്തിന് മാറിയില്ലേ ഉണ്ണികൃഷ്ണ? ഇല്ല വിശ്വനാഥ, ഇപ്പൊ കൂടിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് പകലും സോമനാമ്പലിസം തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ നിനക്ക് ഞാൻ ടൈഗർ ബാം തരാം. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. കിടക്കൂ. ഇത് തന്നെയാ. എങ്ങനെയുണ്ട് സ്വന്തനത്താ സാറിന്റെ അസുഖമൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ഞാൻ മാങ്ങ പറിക്കായിരുന്നു. ഇപ്പോഴാണല്ലോ പച്ചമാങ്ങയുടെ ആവശ്യമൊക്കെ. ശ്രീമതിയെ വിളിച്ചേ? വിളിക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? ലതയുടെ അസുഖം അന്വേഷിച്ച്
നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദുന്നാ. സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത്. ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദുന്നേ വിളിക്കാവൂ. അത്രേ ഉള്ളോ? അത് ഞങ്ങൾ ഏറ്റു. വാ. മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റോ? ആ, നിങ്ങൾ എന്നെ പറഞ്ഞേ പ്രഗ്നൻസി പീരീഡിൽ ഉമ്മറത്തെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. ആ, അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടേക്ക് എടുത്താൽ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലീവ് കിട്ടിയാ പോരെ കുഴിയെണ്ണോ? അയ്യോ, എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയിലാ താല്പര്യം. എന്താ? Natural. എന്താ ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ, അത് തന്നെ. മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പാ. എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആ, ഈ സമയത്ത് ഇന്ദുക്കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം. അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ. ലേശം കളറിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശി അവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. അത് പിന്നെ വേണ്ട, ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു 3 ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ കയ്യിൽ ഉണ്ടാക്കിയതാ. അയ്യോ, അത് വേണ്ട. ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ, തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ആര്? ഹൈ, ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. നാണക്കേടായിപ്പോയി. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ മുത്തശ്ശിയോട് പറയാ? ആ, ഇനി ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട. നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെയാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശി യാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. ഉവ്വ. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. ഇപ്പോഴല്ലടോ, പിന്നെ. എന്താ മുത്തശ്ശി ഇത്? പാവയ്ക്ക കൊണ്ടാട്ടോ. ഇതാ ലതയെ ഏൽപ്പിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ അവര് ചെയ്താൽ ശരിയാവില്ല മോനെ. ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇന്ദു പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യം. മുത്തശ്ശി ഉള്ളപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാശൊക്കെ ഞാൻ തരാം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശുണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം. എന്റെന്നോ നിങ്ങളുടെന്നോ വല്ല വ്യത്യാസം എന്താ കുട്ടി? നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ ഞാൻ തരാൻ പോണത്. അല്ല മുത്തശ്ശി, എന്നാലും വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.